ഹായ് എവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് SSC MTSനെ കുറിച്ചൊരു അപ്ഡേറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകാനായിട്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു. SSCയുടെ ആനുവൽ കലണ്ടർ റിലീസ് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മുടെ SSC MTSൻ്റെ എക്സാംസ്, അതായത് MTSൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത് മെയ് മാസത്തിലായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും എന്ത് വന്നിട്ടില്ല, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അതെന്താ, എക്സാം വൈകോ, അതുപോലെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക, എക്സാം നടക്കുന്ന ഏത് മാസമായിരിക്കും, ആ ഡീറ്റെയിൽസ് എല്ലാം ഒത്തിരി ആൾക്കാർ സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ SSC MTSൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് CHSL വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാസം ജൂൺ മാസം 11-ാം തീയതി CGL എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മെയ് 7-നായിരുന്നു SSC MTS വരുമെന്ന് പറഞ്ഞിരുന്നത്. ആ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ വൈകിയതിന് കാരണം SSC ഒരു പത്രക്കുറിപ്പൊക്കെ അതിൻ്റെ പിറകിൽ ഇറക്കിയിരുന്നു. എലക്ഷൻ ടൈം ആയതുകൊണ്ടാണ്, എലക്ഷൻ്റെ റിസൾട്ടിന് ശേഷമായിരിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യൂ എന്നുള്ള രീതിക്കാണ് SSC പറഞ്ഞിരുന്നത്. എലക്ഷൻ ടൈം ആയതുകൊണ്ട് കേട്ടോ, മെയ് മാസം ആ ഒരു എലക്ഷൻ്റെ ഒരു ഇതായതുകൊണ്ടാണ് ആ സമയത്ത് റിലീസ് ചെയ്യാത്തത്. അപ്പോൾ ഇനി എന്നായിരിക്കും വരുന്നുണ്ടാവുക, ആ എക്സാം എന്നായിരിക്കും വരുന്നുണ്ടാവുക, ആ ഡീറ്റെയിൽസ് ആണ്. SSC MTSൻ്റെ എക്സാം നമുക്ക് എന്ന് എക്സ്പെക്ട് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എപ്പോഴായിരിക്കും എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ SSCയുടെ ആനുവൽ കലണ്ടറാണ്. അപ്പോൾ SSCയുടെ ആനുവൽ കലണ്ടർ അനുസരിച്ച് ഫേസ് 12, അതുപോലെ സബ് ഇൻസ്പെക്ടർ, ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ, അതുപോലെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL എക്സാം ഒക്കെ വന്നിട്ടുണ്ട്. CHSL എക്സാമിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് 2 ഏപ്രിലിൽ. അതുപോലെ എക്സാം നടക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലായിട്ടാണ് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ ഹവൽദാറിൻ്റെയും നോട്ടിഫിക്കേഷൻ 7 മെയ് 2024 വരുമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ മെയ് മാസം എലക്ഷൻ ആയതുകൊണ്ട് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഇന്നാണ് ജൂൺ 7 എന്ന് പറയുന്നത്. ജൂൺ 7-ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുവരേക്കും എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ജൂൺ മാസത്തിൽ വരുമെന്ന് തന്നെയാണ് കേട്ടോ. ജൂൺ മാസത്തിൽ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ എന്തായാലും നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കും. കാരണം ജൂൺ 11-ന് എന്തുണ്ട്, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ, CGLൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട് അല്ലേ. CGLൻ്റെ നോട്ടിഫിക്കേഷൻ ജൂൺ 11-ന് വരാനിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ ഒന്നുകിൽ ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് സമയമുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ജൂൺ മാസത്തിൽ എന്ത് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മാസമായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ടൈം നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പോൾ ഇത് ജൂണിലായിരിക്കത്തില്ല, ജൂലൈ 6 വരെ ആ ഒരു ടൈമിലായിരിക്കട്ടെ, ജൂൺ ജൂലൈ. അപ്പോൾ എക്സാമിനേഷന് നമുക്ക് ഒരു മാസം പുറകിലോട്ട് അങ്ങ് നീക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള രീതിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നുള്ള രീതിക്ക്, ജൂലൈ ഓഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഒരു മാസം പുറകിലേക്ക് വന്നു. മെയിലാണ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് അവർ ഈ ഒരു ഡേറ്റ് നമുക്ക് തന്നിരുന്നത് ജൂലൈ ഓഗസ്റ്റ് 2024 ജൂലൈ ഓഗസ്റ്റിലായിട്ടായിരിക്കും MTSൻ്റെ എക്സാം നടക്കുക എന്നുള്ള ഡീറ്റെയിൽസ് തന്നിരുന്നത്. അപ്പോൾ എന്തായാലും ആ ഇലക്ഷൻ കാരണം ആ നോട്ടിഫിക്കേഷൻ വൈകി. നോട്ടിഫിക്കേഷൻ ഈ മാസം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർ SSCയും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കാനായിട്ട് നമുക്ക് ഒരു മാസത്തെ സമയം ഉണ്ടാവും. ജൂലൈ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോഴത്തേക്കും എക്സാമിനേഷൻ എന്തായാലും ഒരു മാസം പുറകിലോട്ട് അങ്ങ് മാറും. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ആയിരിക്കും. ഇനി വേറൊരു പ്രശ്നം ഇതും കൂടെ നമുക്കതിൽ പറയാൻ പറ്റുന്നത്, അത് CGLൻ്റെ നോട്ടിഫിക്കേഷൻ ഇതിനനുസരിച്ച് പുറകിലോട്ട് നീങ്ങുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവും എന്നായിരിക്കും MTSൻ്റെ CGLൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാമെന്നുണ്ടാകും. ഈ കലണ്ടർ അതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ മാറാൻ സാധ്യത ഉണ്ടാകത്തില്ല. കലണ്ടർ അതുപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും 11 ജൂണിന് തന്നെ ആയിരിക്കാം നമുക്ക് എന്തിൻ്റെ പ്രതീക്ഷിക്കേണ്ടത്, നമ്മുടെ CGLൻ്റെ. ഇനി ഇതേപോലെ എല്ലാത്തിനും മൊത്തത്തിലൊരു മാസത്തിൻ്റെ പുറകിലോട്ട് അത് നീട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജൂലൈയിലാവാം. അതിനനുസരിച്ച് ഒക്ടോബർ നവംബറിൽ എക്സാം, അങ്ങനെ ഏകദേശം ഡിസംബർ അടുപ്പിച്ച് കംപ്ലീറ്റും തീർക്കുക എന്നുള്ള രീതിക്കായിരിക്കാം SSC ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം MTSൻ്റെ നോട്ടിഫിക്കേഷൻ. എന്തായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഈ മാസം തന്നെ വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം 7-ാം തീയതി, മെയ് മാസം 7-ാം തീയതി ഇലക്ഷൻ ആയതുകൊണ്ട് വന്നില്ല. അപ്പോൾ ജൂണിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ജൂലൈയിൽ വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടാവും. ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കും അതിൻ്റെ എക്സാംസ് നടക്കാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കുക. അതുകൊണ്ട് MTSൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മുടെ അഡ 24/7 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ലിങ്ക് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആപ്പിൻ്റെ ഹോം പേജിൽ വരുമ്പോഴത്തേക്കും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ആ ടാബിനകത്ത് നോക്കുമ്പോൾ അറിയാം പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽ, കറണ്ട് അഫേഴ്സ്, ജോബ് അലർട്ട്സ്, ഡെയിലി ക്വിസസ് അല്ലേ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതെന്ത് വേണോ, SSC ആണെങ്കിൽ SSC, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, എന്ത് വേണോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ജോബ് അലർട്ട്സ് ഉണ്ട്, അതുപോലെ കറണ്ട് അഫേഴ്സ്, ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട്, നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ് ഉണ്ടാവും, സബ്ജക്റ്റ് വൈസ് ക്വിസസ് ഉണ്ട്, ഫ്രീ PDF ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഓരോ വീഡിയോ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, SSC CG ഒക്കെ ക്വിസ് ഉണ്ടോ,
ഓരോ ദിവസവും ക്യൂസ് വരും, മൾട്ടിപ്പിൾ ക്യൂസസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, ഈസി ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ എല്ലാം നിങ്ങളുടെ എന്താ പറയുക എക്സാമിൻ്റെ അനാലിസിസ് നടത്താനും വീക്കർ സെക്ഷനും സ്ട്രോങ്ങർ സെക്ഷനൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഡെയിലി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അത് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ കണ്ടന്റിൽ ആക്സസ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഫ്രീ കണ്ടന്റ് നിങ്ങൾക്ക് പെയ്ഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ Y90 ഏതെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാനാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. അങ്ങനെ പെയ്ഡ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. ഒരു കോഴ്സിന് 2000 മുകളിലോട്ടുള്ള ഒരു കോഴ്സിന് നിങ്ങൾ 2000 രൂപ പേ ചെയ്യേണ്ട, 1999 രൂപ മതി കേട്ടോ. 2500 കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. ഈ വെള്ളി ഇന്ന് 12 മണി തൊട്ട്, അതായത് വെള്ളിയാഴ്ച 12 മണി തൊട്ട് ശനിയാഴ്ച നാളെ രാത്രി 12 മണി വരെയായിരിക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. 2000 മുകളിലേക്ക് മഹാപാക്ക് ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സിനകത്തേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1999 2000 രൂപ ചിലവാക്കി ജോയിൻ ചെയ്യാം. അപ്പോൾ എത്ര 2500 രൂപയുടെ കോഴ്സാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക. അത് പഠിക്കുക. അപ്പോൾ എല്ലാ കോഴ്സുകൾക്കും 2000 താഴെ മാത്രമായിരിക്കും ഈ വരുന്ന 2 ദിവസങ്ങളിൽ ഫീസ് ഉണ്ടാവുക. അപ്പോൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അധികം പൈസയൊന്നും ചിലവാക്കണ്ട, കുറഞ്ഞ ചിലവിൽ തന്നെ നിങ്ങൾക്ക് ഒരു പഠനം സാധ്യമാവും. നന്നായിട്ട് പഠിക്കാനും പറ്റും. എല്ലാ മെറ്റീരിയൽസ് എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക, അത് യൂസ് ചെയ്യുക കേട്ടോ. 2 ദിവസത്തേക്ക് ഓഫർ ഉള്ളൂ, ആ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ SSC MTSന്റെ എക്സാം ഡേറ്റിനെ കുറിച്ചുള്ള കൺഫ്യൂഷൻ ആയിരുന്നു, അത് മാറി. അപ്പോൾ ഉടനെ നമുക്ക് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാം. ജൂൺ മാസത്തിൽ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്ത് ജൂലൈയിൽ അപ്ലൈ ചെയ്യാനുള്ള കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ആകും. അതിനുശേഷത്തിൽ ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്തിൽ നമുക്ക് എക്സാമും പ്രതീക്ഷിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു തുടങ്ങുക, എത്രയും വേഗം പഠിച്ചു തുടങ്ങുക, ജോയിൻ ചെയ്ത് തുടങ്ങുക കേട്ടോ. SSC MTSന്റെ ബാച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക, കാരണം എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ.